ഹലോ ജയൻസ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ജുനീദ്. ഞാനുള്ളത് അരുണാചൽ പ്രദേശ് എന്ന സ്റ്റേറ്റിലെ സീറോ എന്ന മനോഹരമായ പ്രദേശത്തെ വളരെ വലിയൊരു കുന്നിൻ്റെ മുകളിലാണ്. എന്തിനായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക? ഇവിടെ വളരെ കാമൻ ക്വയറ്റായിട്ടുള്ളൊരു ഏരിയ ആണ്. അധികം ആരും വരാത്ത സൈലൻ്റായ ഒരു ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് ഒരു മനസ്സിന് ഒരു സമാധാനം കിട്ടാനും ഒരു മെൻ്റൽ പീസിനൊക്കെ വേണ്ടിയിട്ടായിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. മെൻ്റൽ പീസിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിനെക്കുറിച്ച് പറയാനും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനത്തിലായിട്ട് നിങ്ങൾക്ക് മെൻ്റൽ പീസിന് വേണ്ടിയിട്ട് നല്ലൊരു യോഗിക് ടെക്നിക്ക് പഠിപ്പിച്ച് തരാൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും കാണുക. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മെൻ്റൽ പീസ് കിട്ടാൻ വേണ്ടി, മൈൻഡ് ഫ്രീ ആകാൻ വേണ്ടി ഇതുപോലെ ആരുമില്ലാത്ത മൗണ്ടെയിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ മുകളിലൊക്കെ പോയാലേ കിട്ടുമെന്നൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പൊതുവെ എല്ലാ ദിവസവും നിൽക്കുന്ന വീട്ടിലോ വർക്കിംഗ് എൻവയോൺമെൻറ്റിലോ ഒക്കെ ഇരുന്ന് നിങ്ങൾക്ക് മെൻ്റൽ പീസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് നിങ്ങൾക്ക് എന്താണെന്ന് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആളാണെന്ന് കരുതാം. നിങ്ങൾ ട്രാഫിക്കിലൂടെ വാഹനം ഓടിക്കാറുണ്ടല്ലോ. ട്രാഫിക് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു വില്ലേജിലെ അധികം വണ്ടിയൊന്നും വരാത്ത ഒരു റോഡിലൂടെയും സഞ്ചരിക്കുകയാണെന്ന് കരുതാം. രണ്ട് സ്ഥലത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തത് വ്യത്യസ്തമായിട്ടല്ലേ? അതുപോലെയാണ് നിങ്ങൾ ഇതുപോലെ തനിച്ചാരുമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ അതൊരു വില്ലേജ് റോഡിലൂടെ അല്ലെങ്കിൽ അധികം വാഹനങ്ങളൊന്നും വരാത്ത ഒരു റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്നൊരു ഫീലിംഗ് ആയിരിക്കും. പല ആളുകളും ചിന്തിക്കുക, എനിക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യേണ്ടൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം എനിക്ക് ജോബൊക്കെ ചെയ്ത് പോകുന്നുണ്ട്, വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സൊക്കെ ഓക്കെയാണ്. പക്ഷേ അതിനുപരിയായിട്ട് മെഡിറ്റേഷന് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കൊരു ആക്ച്വൽ ഫ്രീഡം ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാനിവിടെ ആക്ച്വൽ ഫ്രീഡം എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ മെൻ്റൽ ഫ്രീഡമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും കഴിഞ്ഞത് പോയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വ്യാകുലതപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം, ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ മറന്നു പോവുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുള്ളൂ. സോ മെഡിറ്റേഷൻ അതിന് വളരെയധികം ഹെൽപ്ഫുള്ളാകും. പക്ഷേ എല്ലാ ആളുകൾക്കും മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതിന് കൃത്യമായ ഗൈഡൻസ് വേണം. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് മെഡിറ്റേഷൻ അല്ല പഠിപ്പിച്ചു തരാൻ പോകുന്നത്, ഒരു യോഗ പ്രാണായാമ ടെക്നിക്കാണ്. പ്രാണായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്വസനക്രിയകളെ നിയന്ത്രിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഈ ശ്വസനക്രിയയെ നിയന്ത്രിക്കുന്ന ടെക്നിക്കിൻ്റെ പേരാണ് നാഡിശുദ്ധി പ്രാണായാമം. തുടക്കക്കാർക്കൊക്കെ മെൻ്റൽ അലേർട്ട്നെസ്, മെൻ്റൽ ട്രാങ്കുലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഈ നാഡിശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഞാൻ ഊരി വെച്ചു, കാരണം നേരത്തെ നല്ല വെയിലായിരുന്നു, ഇപ്പോൾ വെയിലൊക്കെ കുറഞ്ഞു. ഇനി എനിക്ക് നിങ്ങൾക്ക് പ്രാണായാമം ഇൻസ്ട്രക്ട് ചെയ്ത് തരണമല്ലോ. അപ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ കൂളിംഗ് ഗ്ലാസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇടാതെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അതൊരു ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് ഞാൻ ഇത് വിയർ ചെയ്തത് കേട്ടോ. പിന്നെ ഈ മോതിരം, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള വാച്ച് ഇതുപോലുള്ളൊക്കെ വിയറിങ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നട്ടെല്ല് നിവർത്തിയിരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളുടെ ഇടത് കയ്യിൽ ഇതുപോലെ ചിന്മുദ്ര പിടിക്കണം. അതിനുവേണ്ടി തള്ളവിരലും ചൂണ്ടുവിരലും ഇതുപോലെ തൊട്ടാൽ മതി, വളരെ ഈസിയാണ്. ബാക്കി വിരൽ നിവർത്തി പിടിക്കാം. എന്നിട്ട് ഈ കൈ നമുക്ക് ഇടത് തുടക്ക് മുകളിലായിട്ട് ഇതുപോലെ കൈപ്പത്തി മേലോട്ട് വരുന്ന രീതിയിലായിട്ട് വെക്കണം. ഇനി വലത് കൈയിലാണെങ്കിൽ നാസികാഗ്രമുദ്ര പിടിക്കണം. അതിനുവേണ്ടി ചൂണ്ടുവിരലും നടുവിരലും അടക്കുക, ബാക്കി വിരലുകളൊക്കെ നിവർത്തി പിടിക്കുക. വളരെ ഈസിയാണല്ലോ അല്ലേ? നാസികാഗ്രമുദ്ര. തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് മൂക്കിൻ്റെ വലതുവശം അടക്കാനും മോതിരവിരൽ ഉപയോഗിച്ചുകൊണ്ട് മൂക്കിൻ്റെ ഇടതുവശം അടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നട്ടെല്ലൊക്കെ നിവർത്തി കൈ ഇതുപോലെ വെച്ച് കണ്ണടച്ച് ദീർഘമായ ശ്വാസം 3 തവണ ഉള്ളിലേക്കും പുറത്തോട്ടും ഇടാം. ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഈ കൈയിൻ്റെ തള്ളവിരൽ ഉപയോഗിച്ച് വലതുവശം അടച്ച് ഇടത് മൂക്കിലുള്ള ശ്വാസം വളരെ പതിയെ ഉള്ളിലേക്ക് സാവകാശം, ശബ്ദം ഒന്നുമില്ലാത്ത രീതിയിൽ ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ഇടതുവശം അടച്ച് വലതു മൂക്കിലൂടെ ശ്വാസം പതിയെ സാവകാശം പുറത്തോട്ട് വിടുക. ഇനി വലതു മൂക്കിലൂടെ തന്നെ വീണ്ടും ശ്വാസം വളരെ പതിയെ ശബ്ദമില്ലാത്ത രീതിയിൽ ദീർഘമായി ഉള്ളിലോട്ട് എടുത്ത് വലതുവശം അടച്ച് ഇടതു മൂക്കിലൂടെ വളരെ സാവകാശം ശ്വാസം പുറത്തോട്ട് വിടുക. അൾട്ടർനേറ്റീവ് നോസ് ബ്രീത്തിങ് എന്ന് നമുക്കിതിനെ പറയാം.
അപ്പം ഇടത് മൂക്കിലൂടെ ഉള്ളിലോട്ടെടുത്ത് വലതിലൂടെ പുറത്ത് വിട്ട് വലതിലൂടെ ഉള്ളിലോട്ടെടുത്ത് ഇടയിലൂടെ പുറത്ത് വിടാം. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ 9 തവണയൊക്കെ ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ പലതരത്തിലുള്ള തോട്ട്സ് വരും. തുടക്കക്കാർക്ക് ഇത് വളരെയധികം സ്വാഭാവികമാണ്. പക്ഷേ അതിലൊന്നും വറിയാവണ്ട. നിങ്ങളുടെ ശ്രദ്ധ മാക്സിമം നിങ്ങളുടെ ശ്വാസനക്രിയയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. തുടക്കത്തിൽ നിങ്ങൾക്ക് 1 2 ബ്രീത്തിങ്ങിൽ മാത്രമായിരിക്കും ഇതുപോലെ ശ്രദ്ധ കൊടുക്കാൻ പറ്റുക. പക്ഷേ വളരെ പതിയെ അത് ഇമ്പ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. തുടക്കക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ടെക്നിക്ക് തന്നെ ആയിരിക്കും ഈ ഒരു നാഡിശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നല്ലൊരു കണ്ടന്റുമായി വീണ്ടും വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അതുവരേക്കും നല്ലൊരു ആരോഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.